കാസർഗോഡിൻ്റെ പ്രേക്ഷകർക്ക് മെഡി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെഡി ട്രാക്ക് ഡിസ്കസ് ചെയ്യുന്ന വിഷയം സ്ത്രീകളിൽ കാണുന്ന അബ്നോർമൽ ബ്ലീഡിങ്ങിനെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡിൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഭവ്യ സാരംഗാണ്. മാഡം വെൽക്കം. താങ്ക് യു. സ്ത്രീകളിൽ കാണുന്ന അബ്നോർമൽ ബ്ലീഡിങ് ഈ വിഷയമാണ് നമുക്ക് ഇന്ന് മെഡി ട്രാക്ക് ചർച്ച ചെയ്യേണ്ടത്. Actually, what is abnormal bleeding? നമ്മൾ സാധാരണ ഒരു സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് പീരീഡ്, അതായത് നമ്മുടെ പീരീഡ്സ് ആദ്യമായി തുടങ്ങുന്ന സമയം മുതൽ അത് നിൽക്കുന്ന സമയം, മെനോപോസ് വരെയുള്ള ഏജിലുള്ള സ്ത്രീകളെയാണ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് നമുക്കറിയുന്ന പോലെ മാസത്തിൽ ഓരോ തവണയും മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആയിട്ട് പോകും. അപ്പൊ ഇതിന്റെ സൈക്കിളിന്റെ ഡ്യൂറേഷൻ സാധാരണഗതിയിൽ 24 മുതൽ 38 ദിവസം വരെ ഉള്ള സൈക്കിളുകളെയാണ് നോർമൽ സൈക്കിൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ദിവസങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ബ്ലീഡിങ് 8 ദിവസത്തിന് മുകളിലേക്ക് പോവുകയോ അതോ 80 ml കൂടുതലായിട്ട് പോവുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആർത്തവ സമയത്തുള്ള അമിതമായ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. വേറൊരു ഇതുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ആർത്തവ സമയത്തല്ലാതെ അതിന്റെ ഇടയിൽ ബ്ലീഡിങ് വരിക, അതുപോലെ ചെറിയ കുട്ടികളിൽ, അതായത് നമ്മൾ ഈ മെൻസസ് തുടങ്ങിയ ഉടനെയുള്ള ഏജ് ഗ്രൂപ്പിൽ അമിതമായി രക്തം പോവുക, അല്ലെങ്കിൽ മെൻസസ് നിന്നതിന് ശേഷം, അതായത് മെനോപോസ് ആയതിനു ശേഷം വീണ്ടും ബ്ലീഡിങ് കാണുക എന്നിവയൊക്കെ നമുക്ക് അബ്നോർമൽ ബ്ലീഡിങ്ങിന്റെ ഗണത്തിൽ പെടുത്താം. ഓക്കെ ഡോക്ടർ, നമ്മൾ സാധാരണ സ്ത്രീകൾ ഈ അമിത രക്തസ്രാവം, ഇങ്ങനെ ഓവർ ബ്ലീഡിങ് എന്നത് നോർമൽ ബ്ലീഡിങ് അവർക്ക് ഉണ്ടാവും. പക്ഷെ അവർക്ക് അമിതമായിട്ട് ഇത് രക്തസ്രാവം ഉണ്ടാകുന്നു എന്ന് ഒരു സ്ത്രീക്ക് സാധാരണ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച 80 മില്ലി ഒക്കെ, അതൊക്കെ ഒരു സയന്റിഫിക് ആയിട്ട് പറയുന്നതാണ്. സാധാരണ ഒരു സ്ത്രീക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവർ അമിത ഓവർ ബ്ലീഡിങ്ങിലാണ് അല്ലെങ്കിൽ അബ്നോർമൽ ബ്ലീഡിങ്ങിലാണ് എന്ന് എങ്ങനെ കണ്ടെത്താൻ പറ്റും? അവർ ദിവസങ്ങളുടെ കണക്ക് പറയുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാഡ് മാറ്റേണ്ടി വരിക, അതായത് ഫുള്ളി സോക്ഡ് ആയിട്ടുള്ള 4 പാഡുകൾക്ക് അപ്പുറം ഒരു ദിവസം മാറ്റേണ്ടി വരിക, അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് എംപ്റ്റി ചെയ്യേണ്ടി വരിക, അതുപോലെ ഭയങ്കര ക്ലോട്ട് പോലെ ബ്ലീഡിങ് പോവുക. പിന്നെ ഇതൊക്കെയാണ് അബ്നോർമൽ ആയിട്ട് നമ്മൾ അളവിന്റെ കാര്യത്തിൽ പറയുന്നത്. അതുപോലെ അവരുടെ സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പം നമ്മുടെ മെൻസസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്കുള്ള പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പം നമ്മുടെ യൂഷ്വൽ റൂട്ടീൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്ന ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും അബ്നോർമൽ ബ്ലീഡിംഗ്. ഈ കാറ്റഗറിയിലുള്ളതാണ് സാധാരണ സ്ത്രീകൾ വിചാരിക്കുന്നത് ഈ സമയത്ത് ബ്ലീഡിംഗ് ലെസ്, ഇത് നോർമൽ ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കേസ് പോലും അത് തന്നെയാണ്. അതായത് നമ്മള് സമൂഹത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും കാര്യം കഴിഞ്ഞിട്ടാണ് പൊതുവെ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ സ്വന്തം കാര്യത്തെ പറ്റി ചിന്തിക്കുള്ളൂ. അതായത് പ്രത്യേകിച്ച് ഫാമിലിയിലെ മുഴുവൻ മെമ്പേഴ്സിന്റെ സേഫ്റ്റി നോക്കിയ ശേഷമാണ്, അതായത് കുട്ടികളെ സ്കൂളിൽ വിടണം, ഡോക്ടർക്ക് പോകാൻ സമയമില്ല, അതിങ്ങനെ മാറ്റി 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 വെച്ച് സീരിയസ് ആയി വരുന്ന ഇഷ്ടംപോലെ കണ്ടീഷൻസ് നമ്മൾ കാണുന്നു. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഈ ഒരു അടുത്തായിട്ട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, കൂടുതൽ അവബോധവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ഡോക്ടറെ കാണാനും ഈ ഒരു വിഷയം സംസാരിക്കാനും ഇപ്പോഴും ആളുകൾക്ക്, അതായത് സ്വന്തം കുടുംബാംഗങ്ങളോട് പറയാൻ വരെ മടിയുള്ളവരാണ് പല സ്ത്രീകളും. അതായത് എനിക്ക് ബ്ലീഡിങ് കൂടുതലാണ്, എനിക്കൊന്ന് ഡോക്ടറെ കാണണം എന്നുള്ളത് ഒരു വലിയ മടിയാണോ ഡോക്ടർ? അതല്ല ഒരു അറിവില്ലായ്മയാണോ? ഫോർ എക്സാമ്പിൾ ഇതൊരു നോർമൽ, കാരണം ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊരു നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ സയന്റിഫിക് ആയിട്ട് ടേം കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണോ, അതെല്ലാം സ്വമേധയെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണോ? രണ്ടുമുണ്ട്. അതായത് എനിക്ക് സംഭവിക്കും, നമ്മളിപ്പം ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കൂടുതൽ ബുദ്ധിമുട്ടായി നമ്മൾ ഒ പിയിൽ വരുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഇവർക്ക് എത്രയോ വർഷങ്ങളായി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ടുള്ള ബ്ലീഡിംഗ് ആണ്. ആദ്യത്തെ 3 ദിവസം എനിക്ക് എണീക്കാൻ പറ്റില്ല, അതൊക്കെ അവർ വളരെ നോർമലായിട്ട് കണക്കാക്കും. അതാണ്. അപ്പൊ ഒരു വിഭാഗം ആൾക്കാർക്ക് അതിനെ പറ്റിയുള്ള അറിവ് കുറവാണെങ്കിൽ മറ്റൊരു വിഭാഗം ചെറുതല്ല, ഒരു വലിയ ശതമാനം ആൾക്കാർക്ക് തന്നെ ഇത് ഡോക്ടറെ അടുത്ത് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടെ കണ്ടുവരാറുണ്ട്. ഡോക്ടർ, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതായത് നമുക്കിപ്പോ ഈ അബ്നോർമൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് പല ഏജ് ഗ്രൂപ്പുകളിൽ പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ചെറിയ കുട്ടികളുടെ കാര്യം, അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ മെൻസസ് തുടങ്ങുന്ന ഏജ് വളരെ നേരത്തെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതെ, വളരെ പണ്ടൊക്കെ ഒരു 13-14 വയസ്സൊക്കെ കണ്ടിരുന്നു, ഇപ്പൊ 10 വയസ്സുള്ള കുട്ടികളിൽ മുതൽ മെനാർക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഈ ഹൈപ്പോതലാമസ്, അതായത് നമ്മുടെ ബ്രെയിനും ഓവറിയും ഒക്കെ തമ്മിലുള്ള ഒരു ഫംഗ്ഷൻ കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ഒരു റുട്ടീൻ ബ്ലീഡിങ്, അതിന്റെ മെച്യൂരിറ്റി കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ റുട്ടീൻ ആയിട്ടുള്ള ബ്ലീഡിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ അത് വളരെ നേരത്തെ ഏജിൽ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം പല കുട്ടികൾക്കും വളരെ ഹെവി ബ്ലീഡിങ്ങും നിൽക്കാതെയുള്ള ബ്ലീഡിങ്ങും ഒക്കെ
കൂടുതലായിട്ട് കണ്ടുവരുന്ന പോലെ തോന്നുന്നുണ്ട്. അത് മെയിൻലി നമ്മുടെ ഈ ഇമ്മെച്യൂരിറ്റിയാണ്, ഈ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് എന്ന് പറയും, അതിന്റെ ഒരു മെച്യൂരിറ്റി കുറവ് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതിന് നമുക്ക് അത് ഒരു കാരണമാവാം. വേറൊരു കാരണം നമുക്ക് തൈറോയിഡ് പോലത്തെ ഹോർമോൺ അസുഖങ്ങൾ കാരണമാവാം. ചിലർക്ക് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, അത് വളരെ അപൂർവമാണ്, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, അങ്ങനത്തെ ഒരു റെയർ കാറ്റഗറി കൂടെ നമുക്ക് ഈ ഒരു ചെറിയ കുട്ടികളിൽ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഡോക്ടർ പിന്നെ ചെറിയ കുട്ടി അത് മെൻസ്ട്രുവേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഏജിൽ പറഞ്ഞു. ഓക്കെ, നമുക്കത് അമ്മമാരിലേക്ക് വരികയാണെങ്കിൽ, അതായത് നമുക്ക് ഒരു റിപ്രൊഡക്റ്റീവ്, അത് ഈ ഒരു ഏജ് പീരീഡ് കഴിഞ്ഞ് ഒരു 16 വയസ്സിന് ശേഷം വരുന്ന ബ്ലീഡിങ് കൂടുതലായും നമുക്ക് സ്ട്രക്ചറൽ, അതായത് ഗർഭപാത്രത്തിന്റെയും അണ്ഡാശയങ്ങളുടെയും കുഴപ്പം കൊണ്ടുവരുന്നതാകാം, അല്ലെങ്കിൽ ഹോർമോൺ തകരാറുകളോ ഇതൊക്കെയാണ് കൂടുതൽ ആയിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഈ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രഗ്നൻസിയാണ്. പ്രഗ്നൻസി പലതരത്തിലും അബ്നോർമൽ ബ്ലീഡിംഗ് ഉണ്ടാക്കാം. നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന പ്രഗ്നൻസി, അതായത് എക്ടോപിക് പ്രഗ്നൻസി, ചിലപ്പോൾ അതൊരു ഏർലി അബോർഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നോർമൽ പ്രഗ്നൻസിയിലെ ബ്ലീഡിംഗ് ആയിരിക്കാം. അങ്ങനെ പ്രഗ്നൻസി കാറ്റഗറി കൂടി നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ആലോചിക്കേണ്ടത്. പിന്നെ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പീരിയഡ്സ് നിന്നിട്ടുള്ള മെനോപോസൽ ആയിട്ടുള്ള സ്ത്രീകൾക്ക് വരുന്ന ബ്ലീഡിംഗ് ആണ്. അത് കുറച്ചും കൂടെ, അതായത് ഈ മെനോപോസ് ആയിട്ടുള്ളവർക്ക് പിന്നെ ബ്ലീഡിങ് വരാൻ പാടില്ല. അതിനുശേഷം സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു മെസ്സേജ്. അതുപോലെ തന്നെയാണ് ഈ പെരിമെനോപോസിൽ, അതായത് 40-ന് ശേഷം നമുക്ക് പുതിയതായി തുടങ്ങുന്ന ഈ കൂടുതലായിട്ടുള്ള ബ്ലീഡിങ്, അത് വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഡോക്ടർ സൂചിപ്പിച്ച ആഫ്റ്റർ 40 കാണുന്ന പിന്നെ ബ്ലീഡിങ് ഓർ ബ്ലീഡിങ്, അബ്നോർമൽ ബ്ലീഡിങ്, ഓക്കെ, അത് വളരെ കോഷ്യസ് ആയിട്ട് എടുക്കണം, വളരെ ശ്രദ്ധിച്ചെടുക്കണം. അത് വളരെ ശ്രദ്ധിച്ചെടുക്കണം. കാരണം നമുക്ക് എല്ലാവർക്കും പേടിയുള്ള കാര്യമാണ് ക്യാൻസർ ആണ്. എല്ലാവരും എന്ത് ചെറിയ കാര്യം പറയാനും ഡോക്ടറെ അത് ക്യാൻസർ ആവോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ അത് ഇല്ലാന്നല്ല, ഒരു റിസ്ക് ഓഫ് ക്യാൻസർ എത്രത്തോളം ഉണ്ട് അത് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കോസുകൾ ഉണ്ട്. നമുക്കൊരു വലിയ ലിസ്റ്റ് ഓഫ് കോസസ് തന്നെ എഴുതാം. ഈ ഒരു ബുക്ക് ഇത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലിസ്റ്റ് ഓഫ് കോസസ് ഉണ്ട് ഇങ്ങനെ അബ്നോർമൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നതിൽ. അതിൽ ഒരു ചെറിയ ശതമാനം ആളുകളിൽ എൻഡോമെട്രിയൽ ക്യാൻസർ അഥവാ ഗർഭപാത്രത്തിന്റെ വരാവുന്ന ക്യാൻസറും ഒരു ശതമാനം പേർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ മുന്നോടിയായിട്ടുള്ള കുറച്ച് സ്റ്റേജുകളുണ്ട്. എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ, അതായത് ഗർഭപാത്രത്തിന്റെ ഈ ലൈനിങ് അബ്നോർമൽ ആയിട്ട് ഇങ്ങനെ കട്ടി വെച്ച് വരുന്ന ഒരു അവസ്ഥ, അത് ഇതിന്റെ ഒരു പ്രിക്കസർ ആണ്, അതായത് ഇതിന്റെ മുന്നോടിയായിട്ട് വരുന്ന സ്റ്റേജാണ്. അപ്പൊ യൂഷ്വലി ഈ അമിതവണ്ണം, നമ്മുടെ പ്രമേഹം, BP അങ്ങനെയൊക്കെ ഉള്ളവരിലാണ് അതൊരു റിസ്ക് ഫാക്ടറാണ് എൻഡോമെട്രിയൽ ക്യാൻസർ. അതുപോലെ PCODയുടെ അസുഖം മുന്നേ ഉണ്ടായിരുന്നവര്, അതൊക്കെ ചെറിയൊരു റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇതുള്ളവർക്ക് അത് വരുന്നല്ല, പക്ഷെ റിസ്ക് ഫാക്ടർ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഇൻ കേസ് ഇങ്ങനെയൊക്കെ ഹിസ്റ്ററി ഉള്ളവർക്ക് ഒരു ബ്ലീഡിങ് അബ്നോർമൽ ആയിട്ട് ഒരു പ്രായത്തിന് ശേഷം തോന്നുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഡോക്ടറെ കാണണം. എന്നിട്ട് നമുക്കൊരു അൾട്രാസൗണ്ട് ക്ലിനിക്കൽ പരിശോധന വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് സെർവിക്സ്, അത് ഗർഭപാത്രം മാത്രമല്ല സെർവിക്സ്, അത് ഗർഭപാത്രത്തിന്റെ മുഖം, സെർവിക്സും ബാക്കി ലോക്കൽ ലീഷൻസും ഒക്കെ നമുക്ക് പരിശോധിക്കണം. അത് കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ സ്കാനിങ് ചെയ്യാം. ഡയഗ്നോസിലേക്ക് വരികയാണെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? അതെ, അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു പ്രോപ്പർ ഹിസ്റ്ററി, എന്ത് തരത്തിലാണ് ഇവർക്ക്, ആർത്തവ സമയത്ത് മാത്രമാണോ ബ്ലീഡിങ്, അതോ ഇതിന്റെ ഇടയിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ, മെൻസസിന്റെ ഇടയിൽ ബ്ലീഡിങ് ഉണ്ടോ, അതവര് ശ്രദ്ധിക്കാത്തതാണോ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. എത്രത്തോളം ഉണ്ട് ഇവരുടെ ബ്ലീഡിങ്, മറ്റ് കോൺട്രിബ്യൂട്ടറി കോസസ്, അതായത് പറഞ്ഞ പോലെ തൈറോയിഡ് ഹോർമോണിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഹോർമോൺ തകരാറുകൾ ഇതിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അസസ് ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലിനിക്കൽ പരിശോധനയാണ്. അത് നമ്മൾ യൂട്രസും സെർവിക്സും, അതായത് ഗർഭപാത്രത്തിന്റെ മുഖം, ഗർഭാശയങ്ങളും മറ്റ് അനുബന്ധ ഓർഗൻസും പരിശോധിക്കും. വേറെ ഏതെങ്കിലും ഗർഭപാത്രത്തിൽ തന്നെയാണോ ബ്ലീഡിങ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഓർമ്മിക്കണം. അപ്പൊ ആ ഒരു എക്സാമിനേഷൻ. പിന്നെ അതുപോലെ പ്രഗ്നൻസി, ഓൾവേസ് റൂൾ ഔട്ട് പ്രഗ്നൻസി. നമ്മൾ ആദ്യം പ്രഗ്നൻസി റൂൾ ഔട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞുള്ള കുറച്ച് രക്തപരിശോധനകൾ, ടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ മെയിൻ ആയിട്ടും ബ്ലഡ് ടെസ്റ്റ് മാത്രമാണോ, പിന്നെ ഏതൊക്കെയാ ഉള്ളത്? ബ്ലഡ് ടെസ്റ്റുകളെ പറ്റി പറഞ്ഞു വരുമ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് രക്തത്തിന്റെ അളവ്. അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഈ ഒരു ഏരിയയിൽ, ഈ ഒരു
കേരളത്തിലും നല്ല രീതിയിൽ തന്നെ വളർച്ചയുടെ പ്രസൻസ് ഉണ്ട്. അപ്പം അത് ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം, അവർ തിരിച്ചറിയാതെ പോയ ഹെവി ഫീഡിങ് കൊണ്ടാവാം, അങ്ങനെ വിളർച്ച അതായത് അനീമിയ നല്ല രീതിയിൽ നമ്മുടെ പോപ്പുലേഷനിൽ കാണാറുണ്ട്. അപ്പം ആദ്യം നമ്മൾ അത് നോക്കും, എത്രത്തോളം ഇവരുടെ രക്തക്കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അതുപോലെ ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം വളരെ ഈസിലി അവൈലബിൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ. ഏറ്റവും കൂടുതൽ നമുക്ക് ഐഡിയ തരുന്നത് ക്ലിനിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഈ അൾട്രാസൗണ്ട് സ്കാൻ ആണ്. അതിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാവാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എൻഡോമെട്രിയൽ, അതായത് ലൈനിങ്, ഗർഭപാത്രത്തിന്റെ ലൈനിങ് എന്ന് പറയുന്ന എൻഡോമെട്രിയം, അതിന്റെ കട്ടി, പിന്നെ അതുപോലെ ഫൈബ്രോയിഡുകൾ, അഡിനോമയോസിസ്, ഓവറിയിലെ സിസ്റ്റുകൾ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അൾട്രാസൗണ്ട് വഴി മനസ്സിലാവും. ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോവുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നൽകുന്നത്? അതായത് നമുക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ കോസ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഫൈബ്രോയിഡ് കാണുകയാണ്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കട്ടി കൂടുതൽ കാണുകയാണ് ഗർഭപാത്രത്തിന്. അപ്പൊ ഓരോ കോസിനും വളരെ വ്യത്യസ്തമായ ട്രീറ്റ്മെന്റുകളാണ്. അപ്പം നമ്മൾ ഈ ഒരു ഏജ്, അതായത് നമ്മൾ മെയിൻലി പറയുന്നത് ചെറിയ കുട്ടികളുടെ കാര്യം മോസ്റ്റ്ലി ഹോർമോൺ തകരാറുകൾ കാരണമായിരിക്കും. അപ്പം നമ്മൾ ബ്ലീഡിങ് കുറയ്ക്കാനുള്ള ഗുളികകൾ കൊണ്ട് അവരുടെ ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കോഴ്സ് ഓഫ് ഹോർമോൺ ട്രീറ്റ്മെന്റ് ആവശ്യമായി വന്നേക്കും. അതുപോലെ പ്രധാനമാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. നമുക്കറിയാം ഇപ്പൊ കൂടുതൽ ജങ്ക് ഫുഡും എക്സസൈസ് ഇല്ലായ്മയും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും പിന്നെ കുറച്ച് മരുന്നുകളുമാണ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ യൂഷ്വലി പറയുന്നത്. ഈ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആൻഡ് പോസ്റ്റ് മെനോപോസൽ, അതായത് മെൻസസ് കഴിഞ്ഞവർ, വിരാമം ആയി കഴിഞ്ഞിട്ടുള്ളവർ, അവർക്ക് ബ്ലീഡിങ് വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട് സ്കാൻ വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന സാധനം കട്ടി കൂടുതൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മളതൊരു സാമ്പിളിങ്, പണ്ട് നമ്മൾ DNC എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പം അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല, നമുക്ക് വളരെ OP സെറ്റിങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നൂതനമായിട്ടുള്ള കുറേ ടെസ്റ്റുകളുണ്ട്. പിപ്പെല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് OP തന്നെ വെച്ച് സാമ്പിളിങ്ങിന് വേണ്ടി എടുക്കാം. അതുപോലെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പാപ്സ്മിയർ. നമുക്ക് പാപ്സ്മിയർ എന്നുള്ളത് പല ഹെൽത്ത് ക്ലാസ്സുകളിലും പോയി ചോദിക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നും. ഇപ്പോഴും പാപ്സ്മിയറിനെ പറ്റി കേൾക്കാത്തവരാണ് നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലുള്ളത്. അപ്പൊ നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാ 3 വർഷവും അവരെ അപ്പോയിന്റ്മെന്റ് എടുത്ത് അങ്ങോട്ട് വിളിച്ച് പാപ്സ്മിയർ ചെയ്യിപ്പിക്കും. നമുക്ക് അത്രയും വലിയ സൗകര്യങ്ങൾ ഇല്ലെങ്കിലും ഇത്രയും ലിറ്ററസി നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ ആരും അതിനെപ്പറ്റി അവബോധമില്ല. നമുക്കത് സെർവൈക്കൽ ക്യാൻസറിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് ആണ് പാപ്സ്മിയർ എന്ന് പറയുന്നത്. 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാവരും അത് ചെയ്യണം എന്നാണ് ഗൈഡ് ലൈനുകൾ പറയുന്നത്. അപ്പോ കുറച്ചും കൂടി ഒരു ലോവർ സോഷ്യൽ, അതിനൊരു ഗൈനിക് ഡോക്ടറെ കാണുക, എന്നിട്ട് അവിടെ അതിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ ആ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന സൗകര്യം എല്ലാവരും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ഡോക്ടർ? ഇല്ല, ഏത് ചെറിയ സെറ്റപ്പിലും പാപ്സ്മിയർ ഇപ്പൊ അവൈലബിൾ ആണ്. ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, ഒരു ചെറിയ ഹോസ്പിറ്റലിൽ പോലും അത് അവൈലബിൾ ആണ്. നമുക്ക് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടും. അത് ഒരു 3 വർഷം വരെ നമുക്ക്, അതായത് ഈ പാപ്സ്മിയർ എന്ന് പറയുന്നത് ഈ സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയ ഗള ക്യാൻസറിന്റെ മുന്നിലത്തെ ഏതെങ്കിലും സ്റ്റേജ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന, അതായത് സ്ക്രീനിങ് ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ക്യാൻസർ എന്ന് തന്നെ പറയാം സെർവൈക്കൽ ക്യാൻസർ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്ക്രീനിങ് ടെക്നിക്കാണ്. അതായത് ഇപ്പം ഈ HPV വൈറസ്, അതായത് ഒരു വൈറസ് ഉണ്ടാക്കുന്ന ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ആ വൈറസിന്റെ സാന്നിധ്യമോ അല്ലെ അത് ഉണ്ടാക്കുന്ന ടിഷ്യൂവിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസോ നമുക്കൊരു 10 വർഷത്തിന് മുന്നേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ടൂളാണ്. പക്ഷെ നമുക്ക് വളരെയധികം അണ്ടർ യൂസ്ഡ് ആണ്. ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അത് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും അതിനെപ്പറ്റിയുള്ള ജനറൽ അവബോധം ഇപ്പോഴും വളരെ കുറവാണ്. ഡോക്ടർ, നമ്മളിപ്പോൾ ഈ അബ്നോർമൽ ബ്ലീഡിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഏജ് ഗ്രൂപ്പിൽ ഇപ്പോൾ ഏർലി സ്റ്റേജിൽ മെൻസ്ട്രുവേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ, അതായത് ഏർലി ഏജിലെ കുട്ടികൾക്ക് ഇതുപോലെ ഓവർ ബ്ലീഡിങ് വരുന്നുണ്ട്. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചു അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമാണ്. ഇൻഹെറന്റ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം മുൻപ് ഫാമിലി ഹിസ്റ്ററി ഇതിനൊരു ഭാഗമാകുന്നുണ്ടോ? ഫാമിലി ഹിസ്റ്ററി ഡെഫിനറ്റ്ലി പല നമ്മള് വീട്ടില് തൈറോയിഡ് ഡിസോർഡേഴ്സിനൊരു ഫാമിലി ഹിസ്റ്ററി വരാം. അതുപോലെ തന്നെ ഈ അമ്മമാർക്ക് അബ്നോർമൽ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ശതമാനം കുട്ടികൾക്കും, സാധാരണ കുട്ടികളെ കൊണ്ട് വരുമ്പോൾ എനിക്കും ഇതുപോലെ തന്നെ ആയിരുന്നു എന്നാണ് ഭൂരിഭാഗം അമ്മമാരും പറയുന്നത്. ഫാമിലി ഹിസ്റ്ററി ഒരു ഘടകമാണ്. അതെ, അതൊരു ഡയറക്റ്റ് റിലേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. സാധാരണ നമ്മൾ അങ്ങനെ കാണാറുണ്ട്. പിന്നെ നമ്മുടെ ഈ കുറച്ച് വലിയ ആൾക്കാർ പറയുകയാണെങ്കിൽ ഈ
ക്യാൻസർ പോലെയുള്ള ഫാമിലീസിൽ റൺ ചെയ്യുന്ന പലതരം സിൻഡ്രോംസ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ഫാമിലിയിൽ വരാം. അതുപോലെ തന്നെ വരാവുന്ന ഒരു ക്യാൻസറാണ് എൻഡോമെട്രിയൽ ക്യാൻസർ, അതായത് ഗർഭപാത്രത്തിന്റെ ക്യാൻസർ. ഫാമിലിയിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ഏജ് കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ട് ഈ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ സാമ്പിളിംഗ് ടെസ്റ്റുകളും അൾട്രാസൗണ്ടും ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല, ഒരു പെർട്ടിക്കുലർ ഏജ് അതിന്റെ ഏജ് ബാർ ഇടുകയാണെങ്കിൽ സ്ത്രീകൾ ഏത് ഏജിന് ശേഷമാണ് ഈ പറയുന്ന ഒരു അൾട്രാസൗണ്ട്, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, ഒക്കെ നോർമൽ ഹെൽത്ത് ആണ്, എന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന പോലെ റിസ്ക് ഫാക്ടർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാൻസറിന്റെ ഒരു റിസ്ക് ഫാക്ടർ ഒഴിവാക്കാൻ വേണ്ടി സ്ത്രീകൾ ഏത് ഏജ് മുതലാണ് ഇങ്ങനെ ഒരു ടെസ്റ്റിന് വിധേയമാകേണ്ടത്? പാപ്സ്മിയർ ടെസ്റ്റ് നമ്മൾ പറയുന്നത് 30 വയസ്സിന് ശേഷമാണ്. ഈ ഒരു 10-35 വയസ്സ് വരെ എന്താ വെച്ചാൽ നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡും അങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഡോക്ടറുമായിട്ട്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു 35 വയസ്സിന് ശേഷമാണ് നമ്മൾ കുറച്ച് കട്ട് ഓഫ് ആയി വരുന്നത്. അപ്പൊ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 40 ഇയേഴ്സിന് ശേഷം നമ്മൾ, അതൊരു ഗൈഡ് ലൈനോ ഒന്നുമല്ല, പക്ഷെ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു ഹെൽത്ത് ചെക്കപ്പ് പോലെ ഒരു ഡോക്ടറെ കാണുന്നതും ഒരു സ്കാനിങ്ങും പരിശോധനയും അതിന്റെ കൂടെ ഈ പാപ്സ്മിയർ, മാമോഗ്രാം മുതലായ ടെസ്റ്റുകൾ നടത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ പല രീതിയിൽ നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് വളരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ കുറച്ച് ടെസ്റ്റുകളിലൂടെയും പരിശോധനകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇപ്പൊ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച ലൈഫ് സ്റ്റൈൽ ഇതിനൊരു പ്രധാന ഘടകമാണ്. തീർച്ചയായും ഈ അബ്നോർമൽ ബ്ലീഡിങ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ലൈഫ് സ്റ്റൈൽ നമ്മൾ ചേഞ്ച് ആകുക എന്നത് അതിലൊരു പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മൾ ആ പ്രോപ്പറായ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക, വേണ്ടത്ര എക്സസൈസ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ അബ്നോർമൽ ബ്ലീഡിങ് നമുക്ക് ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പല അസുഖങ്ങളും എല്ലാ ഈ പറഞ്ഞ നമ്മുടെ ലിസ്റ്റ് ചെയ്ത എല്ലാ അസുഖങ്ങൾക്കും ഒരു വലിയ ഫാക്ടർ ലൈഫ് സ്റ്റൈലാണ്. അപ്പം നമുക്കിപ്പോ ഈവൻ ഫൈബ്രോയിഡ് ആണെങ്കിൽ വരെ അതില് നമ്മുടെ റെഡ് മീറ്റിന്റെ കൂടുതൽ ഉപയോഗമൊക്കെ പറയുന്നുണ്ട്. ബീഫ് പോലത്തെ കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും ഒരു ഈസ്ട്രജൻ ഹോർമോണിന്റെ എക്സസ് കാരണമാണ് അധിക അസുഖങ്ങളും നമുക്ക് സ്ത്രീകളിൽ ഉണ്ടാവുന്നത്. ഈ ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നത് തടി കൂടുതലുള്ളവരാണ്. ഒബീസിറ്റി ഒരു വലിയ റിസ്ക് ഫാക്ടറാണ്. ഒബീസിറ്റിയിൽ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഷുഗർ വരും, പ്രഷർ വരും. അതൊരു കോർപ്പസ് ക്യാൻസർ സിൻഡ്രോം എന്നാണ് അതിന് പറയുന്നത്. ഈ പ്രഷർ, ഷുഗർ, തടി, ഇതെല്ലാം കൂടി ഉള്ളവർക്ക് അങ്ങനെ ഒരു വലിയ ഒരു കുറച്ചധികം റിസ്ക് ഇങ്ങനത്തെ അസുഖങ്ങളിൽ കാണാറുണ്ട്. ഡോക്ടർ, ഫ്രം യുവർ എക്സ്പീരിയൻസ്, ഞാൻ ഡോക്ടർ എക്സ്പീരിയൻസിൽ ഒരു ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്കിപ്പം ഏർലി സ്റ്റേജിൽ ഒരു കുട്ടിക്ക് സാധാരണഗതിയിൽ അബ്നോർമൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് ഒക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും സ്റ്റേജിൽ ഈ പറയുന്നത് പോലെ ബ്ലീഡിങ്ങിന്റെ ഈ സിറ്റുവേഷൻ അവർക്ക് വീണ്ടും അത് പല സാഹചര്യങ്ങളും കൊണ്ട് വരാം. അത് അവർക്ക് മുന്നേ വന്നത് കൊണ്ട് വരണമെന്നില്ല. അങ്ങനെ അതായത് അങ്ങനത്തെ കുട്ടികളിൽ മാത്രമാണ് പിന്നീട് വരാന്നില്ല. ആർക്ക് വേണമെങ്കിലും വരാം, ഏത് ഏജിൽ വേണമെങ്കിലും, ഏത് തരത്തിൽ, ഏത് ടൈമിൽ, ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിൽ, ഏത് ഏജിലും വരാൻ സാധിക്കും. അതെ അതെ. ഇപ്പൊ ഹോർമോൺ തകരാറുകൾ, അതായത് PCOD പോലത്തെ ഹോർമോൺ തകരാറുകൾ ഉള്ളവരാണെങ്കിൽ, PCOD സത്യം പറഞ്ഞാൽ ഇപ്പം വളരെ കോമൺ ആയിട്ട് വരുന്ന എല്ലാവരും OP-യിൽ വന്നിട്ട് ഡോക്ടർ PCOD ഉണ്ടോ എന്ന് നോക്കണം എന്നുള്ളതാണ് പ്രധാന ഡിമാൻഡ്. PCOD നമ്മൾ സ്കാനിൽ കണ്ടതുകൊണ്ട് നമുക്ക് PCOD ഉണ്ട് എന്ന് അർത്ഥമില്ല. അതൊരു നമ്മുടെ മെയിൻലി നമ്മുടെ ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ PCOS എന്ന് പറഞ്ഞ സാധനം ഡയഗ്നോസ് ചെയ്യാം. അപ്പം പലരും വന്ന് കണ്ടിട്ടുണ്ട്, ഇപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ട്, എന്തിനാണ് PCOD, എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയല്ല PCOD-യുടെ മാനേജ്മെന്റ് വരുന്നത്. അതിന്റെ സിംറ്റംസ് അനുസരിച്ചാണ്. പക്ഷെ ഈ PCOD ഡയഗ്നോസ് ആയി മുന്നേ ബ്ലീഡിംഗ് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു പ്രായം കഴിഞ്ഞ് തടിയൊക്കെ വന്നു കഴിയുമ്പോൾ വീണ്ടും ഈ ഹോർമോൺ തകരാറ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ, ചില സമയത്ത് ഗൈനക്ക് ഡോക്ടർ അഡ്വൈസ് ചെയ്യാറുണ്ട്, കാരണം ഒരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് ഉണ്ടാകും. അത് ഏത് സ്റ്റേജിലാണ് വരുന്നത്? സർജിക്കൽ പ്രൊസീജിയർ ഇപ്പൊ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പൊ കുറെ കോസുകൾ ഞാനിപ്പോ ലിസ്റ്റ് ചെയ്തു. അതിൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഉള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ അതായത് വലിയ ഫൈബ്രോയിഡുകൾ, സർജിക്കൽ ട്രീറ്റ്മെന്റിന് മുന്നേ ഉള്ളൊരു സ്റ്റേജ് കൂടെ ഉണ്ട്. നമ്മൾ മെഡിക്കൽ കഴിഞ്ഞ് അതിന്റെ ഇടയിലുള്ളൊരു സാധനം കൂടെ ഉണ്ട്. നമുക്ക് ഗവൺമെന്റിന്റെ ക്യാമ്പയിനും ഒക്കെ വളരെ ശക്തമാണ്, സേവ് ദ യൂട്രസ് എന്ന് പറഞ്ഞിട്ട്. പരമാവധി നമ്മൾ ഹിസ്റ്ററക്ടമിയിലോട്ട് പോകാതെ സംരക്ഷിക്കാനുള്ള പല മെത്തേഡുകളും ലഭ്യമാണ്. അതായത് നമ്മൾ ഹോർമോൺ ഗുളികകൾ കഴിക്കുന്നതിന് പകരം ഇപ്പൊ ഈ ഭയങ്കര ഹോർമോൺ തകരാറുണ്ട്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ മെയിൻലി പ്രൊജസ്ട്രോൺ ഹോർമോൺസ് പോലത്തെ ഹോർമോൺസ് കുറച്ച് കാലങ്ങളിലേക്ക് കഴിക്കാനാണ് കൊടുക്കുന്നത്. പക്ഷെ അതിപ്പോ ഒരു 3 മുതൽ 6 മാസം വരെ അല്ലെങ്കിൽ ഒരു വർഷം വരെ കഴിച്ചു കഴിയുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാനും ആൾക്കാരത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനും വീണ്ടും ബ്ലീഡിങ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതിന് പകരം നമുക്ക് ഗർഭപാത്രത്തിനകത്ത് നമ്മുടെ ഈ ഗർഭനിരോധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കോപ്പർ ടീ പോലത്തെ സാധനം, അതിന് പകരം മെറീന, അതായത്
ഈ പ്രൊജസ്റ്റ് ഹോർമോൺ കോട്ടഡ് ആയിട്ടുള്ള കോപ്പർ ഇല്ല അതിനകത്ത്, അതുപോലത്തെ ടി ഷേപ്പ് ഡിവൈസസ് ഇപ്പം ലഭ്യമാണ്. നമുക്കത് ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിച്ചാൽ നമ്മൾ ഈ ലിസ്റ്റ് ചെയ്ത പല കോസുകളിലും ഈവൻ നമ്മുടെ ക്യാൻസർ പ്രിക്കേഴ്സർ സ്റ്റേജ്, അതായത് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ എന്ന് പറഞ്ഞ സ്റ്റേജ് റിവേഴ്സ് ചെയ്യാൻ വരെ ഈ ഇതിന് വളരെ എഫക്റ്റീവാണ്. 5 വർഷം വരെയും 3 വർഷം ഇടുന്നതുണ്ട്, 5 വർഷം ഇടുന്നതുണ്ട്, അങ്ങനത്തെ ഒരു മെത്തേഡ് ഉണ്ട്. പിന്നെ അതാണ് ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം, വെറുതെ ഒരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോവാതെ. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കേട്ടിട്ടുണ്ടാവും പുതിയൊരു ഇത് വരുന്നത് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ അല്ലെ. അത് കരിച്ചു കളയുന്നത്, അത് മെയിൻലി ഫൈബ്രോയിഡുകൾക്കാണ് അത് വരുന്നത്. പക്ഷെ എല്ലാ ഫൈബ്രോയിഡുകളും നമുക്ക് എംബോളൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഫിക്സഡ് ക്രൈറ്റീരിയ, അത് ഇത്ര സൈസ്, ഇത്ര നമ്പർ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സൂട്ടബിൾ ആയിട്ടുള്ള കേസുകൾക്ക് നമുക്ക് എംബോളൈസേഷൻ പോലത്തെ ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെ എന്തായാലും സർജറി എന്ന് പറഞ്ഞു പോകുന്നത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ നമ്മൾ ട്രൈ ചെയ്ത എല്ലാ മെത്തേഡും ട്രൈ ചെയ്തു, അത് ഫെയിലിയർ ആയി, എന്നിട്ടും ബ്ലീഡിംഗ് ആണ്. അങ്ങനെയാണെങ്കിലാണ് അങ്ങനെയാണ് നമ്മൾ സർജറിയിലോട്ട് പോകുന്നത്. പിന്നെ വലിയ ഫൈബ്രോയിഡ്, നമുക്ക് ഒരു മരുന്ന് കൊണ്ടും അല്ല ഒരു മെറീന കൊണ്ടും ഒന്നും കൺട്രോൾ ആവാൻ വലിയ ഫൈബ്രോയിഡ്, അത് പോയിരുന്ന് നമ്മുടെ കിഡ്നീനെയും ഒക്കെ ഡാമേജ് ആക്കുന്ന രീതിയിൽ വലിയ ഫൈബ്രോയിഡുകൾ ഉണ്ടാവുക, വലിയ അതായത് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് സർജറിയിലേക്ക് പോകേണ്ടി വരും. പിന്നെ ഡെഫിനറ്റ്ലി ക്യാൻസർ, ഏർലി ക്യാൻസർ ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, നമുക്ക് അത് എടുത്തു കളഞ്ഞ് ബാക്കിയുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോകാന്നുള്ളതാണ്. ഡോക്ടർ, നമ്മൾ അബ്നോർമൽ ബ്ലീഡിങ്ങിൻ്റെ ഏകദേശം എല്ലാ സ്റ്റേജ്, അതായത് അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഡോക്ടർ വളരെ വിശദമായിട്ട് സംസാരിച്ചു. നമുക്ക് ഈ എപ്പിസോഡ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാമല്ലോ. മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ച കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഭവ്യ സാരംഗിന് കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ.